തീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി പ്രശസ്ത ക്രൈസ്തവ സംഗീത സംവിധായകനും അതിലുപരി ഒരു ദൈവ ശുശ്രൂഷകനുമായ പീറ്റർ ചേരാനെല്ലൂർ ബ്രദർ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ദൈവാനുഭവങ്ങളുടെ ഒരു തുടർച്ച, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബജീവിതവും ശുശ്രൂഷാ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ കേൾക്കാം. ബ്രദറെ സ്വാഗതം. ഈ ഇസ്രായേൽ നാഥനൊക്കെ ഇറങ്ങി ഹിറ്റായതിനു ശേഷമാണോ അങ്ങയുടെ വിവാഹമൊക്കെ നടന്നത്, അതോ അതിനു മുൻപാണ്? അതായത് ഈ ഇസ്രായേൽ നാഥൻ എന്നുള്ള പാട്ട് വിവാഹത്തിന് ശേഷം ഇറങ്ങണതാ. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞ് ഏറ്റവും അടുത്ത വേളയിൽ തന്നെയാണ് അത് കടന്നു വരുന്നത്. 99 ആ കാലഘട്ടത്തിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. അതിനുശേഷമാണ് ഈ പാട്ട് ഇറങ്ങുന്നത്. 99-ന്റെ ലാസ്റ്റാണ് ഈ പാട്ട് ഇറങ്ങുന്നത്. ചിലരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ശുശ്രൂഷ മാത്രമായിട്ട് മുന്നോട്ട് പോയ ഒത്തിരി പേർക്ക് കല്യാണം കഴിക്കാനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ എന്നാ ചെറുക്കന് ജോലി, അവന് പാട്ടുകാരനാ, അല്ലെ വായനപ്രഘോഷകനാ, എന്നാ ശരി, എന്നാ പിന്നെ അറിയിക്കാം കേട്ടോ എന്ന് അങ്ങനത്തെ അനുഭവങ്ങൾ വല്ല പ്രധാനമുണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഞാൻ ശുശ്രൂഷാ വേളയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക്, ഞാൻ പറഞ്ഞല്ലേ 17 വയസ്സിലാണ് ഞാൻ പോട്ടാശ്രമത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നത്. എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. ആ സമയത്ത് ഫസ്റ്റ് കല്യാണക്കാര്യം വന്നു എനിക്ക്. പൊതുവെ ഈ പാട്ടുകാരോട് പ്രത്യേകിച്ച് ഒരു ആകർഷണം തോന്നുക. അതിനൊരു കാരണം ഞാൻ പറയാം. അന്ന് എന്നെ കണ്ടാല് ഒരു 24 വയസ്സൊക്കെ തോന്നിക്കും. കാരണം കട്ടിമീശ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. 17 വയസ്സിൽ എന്നെ 24 വയസ്സ് തോന്നിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഒരു അമ്മാമ്മ സ്ഥിരമായിട്ട് ഈ പോട്ടാശ്രമത്തിൽ വരുന്ന ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. ഈ അമ്മാമ്മയുടെ അടുത്താണ് അമ്മയുടെ മകളുടെ കൊച്ചുമകള് അമ്മാമ്മയുടെ അടുത്താണ്. അമ്മാമ്മയുടെ മക്കള് 2 പേരും വിദേശത്താണ്. അപ്പൊ ഈ അമ്മാമ്മയുടെ അടുത്താണ് ഈ കൊച്ചുമകള് നിന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് ആ കൊച്ചുമകൾക്ക് 18 വയസ്സ് പൂർത്തിയാവുന്നു. എനിക്ക് 17 വയസ്സ് ഉള്ളൂ. അപ്പൊ നമുക്ക് ചെറുപ്പക്കാരാണെന്ന് വിചാരിച്ച്, ചെറുപ്പക്കാരൻ 24 വയസ്സ് ഉണ്ടെന്നുള്ള ഒരു അത്രയൊക്കെ ഉണ്ടാവും വിചാരിച്ചിരുന്നേ. അപ്പൊ അമ്മാമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എൻ്റെ കൊച്ചുമോളെ മോന് വേണ്ടി ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യം മോനോട് സമ്മതം ചോദിച്ചിട്ട് എൻ്റെ മക്കളോട് പറയാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം മോൻ്റെ വീട്ടിൽ ഞാൻ അറിയിക്കാം എന്ന് വിചാരിച്ചാണ് മോനോട് ചോദിച്ചത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മാമ്മയുടെ കൊച്ചുമോൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ കൊച്ചുമോൾക്ക് ഇപ്പൊ 18 വയസ്സാണുള്ളൂ. അപ്പോൾ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കാം. അപ്പൊ ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ വെച്ച് ആ സമയത്ത് കല്യാണം കഴിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അമ്മാമ്മ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് അറിയോ? ഇല്ല, മോനൊരു 24 വയസ്സെങ്കിലും കാണൂല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സ് ആവണുള്ളൂ. അയ്യോ, അത്ര ഉള്ള? എന്നാ കുഴപ്പമില്ല മോനെ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഫസ്റ്റ് കല്യാണക്കാര് വരുന്നത് അവിടെയാണ്. പിന്നീട് അങ്ങോട്ട് പല സന്ദർഭങ്ങളിലും പലരും ഒക്കെ പല കല്യാണങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ആ കല്യാണ കാര്യത്തിനൊന്നും അങ്ങനെ ആരെങ്കിലും പാട്ട് കേട്ട് ആലോചിച്ച് വന്നതാണോ പിന്നീട് സ്വന്തമായിട്ടുള്ള ജീവിതപങ്കാളി വന്നത്? അതായത് ഞാന് എൻ്റെ ഒരു ഏദൻ തോട്ടം എന്ന് പറയുന്ന ആൽബം അത് പ്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ കെ ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഓഫീസിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഷാൻഡി. അപ്പോൾ ഷാൻഡി അന്ന് അവിടെ അക്കൗണ്ടന്റ് ആയിരുന്നു. എനിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഈ ഏദൻ തോട്ടം ഇറങ്ങുന്നത്. അപ്പൊ എന്റെ കല്യാണ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ശരിക്കും ഏദൻ തോട്ടത്തിൽ വെച്ച് അന്ന് കർത്താവ് ആദത്തിന് ചേർത്ത് കൊടുത്തതുപോലെ തന്നെ ഈ ഏദൻ തോട്ടം CD ഇറങ്ങിയപ്പോ അതെ അവിടുന്ന്. അപ്പൊ എന്റെ കല്യാണക്കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി പീറ്റർ കെ ജോസഫിനോട് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് പീറ്റർ സാറൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ ഇതറിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പറഞ്ഞു, വീട്ടിലിങ്ങനെ ഒരു ആലോചിച്ച കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെ വീട്ടിൽ പറഞ്ഞ് വീട്ടിൽ നിന്നുള്ള ആലോചനയായിട്ട് അങ്ങനെ 2 പേരും കൂടി അത് ആലോചിച്ച് നടത്തി. അല്ലാതെ ഇങ്ങനെ പ്രേമിച്ച് നടക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ആ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചാണ് ഈ കല്യാണം നടന്നത്. ഭാര്യ പാടുമായിരുന്നു? ഇല്ല, ഭാര്യ പാട്ടിങ്ങനെ ആസ്വദിക്കും. അപ്പൊ ഈ ഏദൻ തോട്ടം ഗെത്സമൻ തോട്ടം ഒക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പാട്ടുകളോടൊക്കെ, അതിനു മുൻപേ ഭാര്യ എൻ്റെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് പ്രപഞ്ചം തുടങ്ങി, ജീവിതത്തോണി തുടങ്ങി ഭാര്യ എൻ്റെ പാട്ടുകളുടെ കാസറ്റുകളൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിരുന്നു. അപ്പൊ എൻ്റെ പാട്ടുകൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കും.
അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ കാസറ്റ് മാത്രമേ ഉള്ളൂ, CD ഒന്നുമില്ല. അപ്പൊ ആ കാസറ്റുകളൊക്കെ കേട്ട് ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഔചാരിതമായിട്ട് പീറ്റർ കെ ജോസഫിന്റെ അടുക്കൽ വന്ന് പാട്ട് ചെയ്യാനായിട്ട് ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് ഭാര്യ അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും ആ പാട്ടുകളോടുള്ള കൂടുതൽ ആഗ്രഹവും മമതയും കൂടി. പിന്നീട് അങ്ങോട്ട് ഭാര്യയുടെ സപ്പോർട്ടാണ്. കല്യാണത്തിന് ശേഷം ഭാര്യയുടെ സപ്പോർട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട്. ഞാനൊരു പാട്ടുകൾ ചെയ്യുമ്പോഴും ഭാര്യയെ പാടി കേൾപ്പിക്കും. അപ്പൊ ഭാര്യ പറയും നല്ല പാട്ടാണെങ്കിൽ നല്ലതാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് ഓപ്പണായിട്ട് പറയും. ഇതെനിക്കൊരു സുഖമായിട്ട് തോന്നില്ല കേട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞ് മക്കളുണ്ടായതിനു ശേഷം മക്കളും പറയും ഇത് കൊള്ളാം, നല്ല പാട്ടാണ്, നല്ലതാണ്. ചിലർ പറയും ഇതെന്താ പപ്പ ഇങ്ങനെ ഇരിക്കണ, ഇത് കൊള്ളൂല. മക്കള് രണ്ടുപേരും അങ്ങനെ ഓപ്പണായിട്ട് എല്ലാം മ്യൂസിക്കലി എല്ലാവരും ഇഷ്ടപ്പെടും. മക്കളും നന്നായിട്ട് പാടുന്ന രണ്ടുപേര്. ഡയൻ പീറ്റർ, മൂത്തയാള് ഡിഗ്രി കഴിഞ്ഞിരിക്കണം. അപ്പൊ ഇളയാള് BSc നഴ്സിംഗ് 3ാമത്തെ വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷത്തിലോട്ട് പ്രവേശിച്ചു. രണ്ടുപേരും പാടുമായിരുന്നു, കുറെ ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് കുഞ്ഞുനാള് മുതൽ. പക്ഷെ അത് നിലനിർത്തിയത് മോളാണ്. മോന് ഇടയ്ക്ക് വെച്ച് അവന്റെ ഈ സൗണ്ട് ചേഞ്ച് വരുന്ന ഒരു കൗമാരപ്രായത്തിൽ അവൻ ബാക്കോട്ട് പോയി. പക്ഷെ മോള് അത് നിലനിർത്തി ഇപ്പോഴും കാസറ്റുകളിലൊക്കെ പാടുന്നുണ്ട്. പക്ഷെ മകൻ എന്നോടൊപ്പം എൻ്റെ സംഗീത ഫീൽഡിൽ എന്നെ ഒരുപാട് എന്താ പറയാ സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, കോറസ് പാടാനൊക്കെ ഇടയ്ക്ക് നിൽക്കും. അതുകൂടാതെ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ മകന്റെ ഭാഗത്തു നിന്ന് എനിക്ക് കുറെ കിട്ടാറുണ്ട്. യൂട്യൂബ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് മകന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നു. പിന്നെ അതുകൂടാതെ അവനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഹയർ സ്റ്റഡീസിനോട്ട് കയറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതൽ നല്ല നിലയിലേക്ക് അവൻ എത്താനും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. മോളുടെയും അതുപോലെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കണം. നഴ്സിംഗ് ഫീൽഡാണ്. ആ ഫീൽഡിൽ ഇപ്പൊ BSc നഴ്സിംഗ് അടുത്ത വർഷം മോൾക്ക് വേണ്ടി. നിശ്ചയമായിട്ടും ബ്രദറെ, കർത്താവിന് വേണ്ടി നിലപാടെടുക്കുന്നവരെ, അവരുടെ കുടുംബത്തെ, അവരുടെ തലമുറകളെ ദൈവം ആ ഒരൊറ്റ കാരണത്താൽ തന്നെ മാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു കാര്യം പറയാനുണ്ട്, എന്റെ അമ്മയാണ് ഞാൻ ഈ നിലയിലെത്താനായിട്ട് ഏറ്റവും വലിയൊരു കാരണം. ചെറുപ്പം മുതലേ അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സംഗീതത്തിൽ ഞാൻ ഒന്നുമല്ലാത്ത സമയത്തും സംഗീതത്തിൽ എനിക്ക് കൂടുതൽ പ്രോത്സാഹനം വെച്ച് തന്നിരുന്നു. എൻ്റെ സഹോദരങ്ങളൊക്കെ ഒത്തിരി പ്രോത്സാഹനം അന്ന് തന്നിരുന്നു. ഞങ്ങളൊക്കെ എല്ലാവരും വീട്ടിലിങ്ങനെ ചുമ്മാ വായ്പാട്ട് പാടുമായിരുന്നു. അപ്പൊ എല്ലാവരും ഞങ്ങൾ തലമുറകളിലൂടെ കടന്നു വരുന്ന ഒരു എന്റെ അമ്മച്ചിയുടെ അമ്മയും അപ്പനും ഒക്കെ ഒരുമാതിരി പാടുമായിരുന്നു. എൻ്റെ അപ്പച്ചന്റെ അപ്പനെ അമ്മനെയും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡൊന്നും അറിയില്ല. പക്ഷെ അപ്പച്ചനും കുഞ്ഞുനാളിലെ മരിച്ചുപോയി. എനിക്കൊരു 11 വയസ്സുള്ളപ്പോഴും അപ്പച്ചൻ മരിച്ചുപോയി. പക്ഷെ അപ്പച്ചൻ ജീവിച്ചിരുന്ന ആ കുറച്ചു നാളിൽ എനിക്ക് ഓർമ്മ വെച്ച ആ ഓർമ്മയുള്ള സമയം വരെ എന്താണ് അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മയുള്ള സമയം വരെ അപ്പച്ചൻ കഥാപ്രസംഗത്തിന് വേണ്ടി എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ശരിക്കും എത്ര പാട്ടുകൾക്ക് സംഗീതം കൊടുക്കുന്നുണ്ട്? ഏകദേശം 3000-ന് മേളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് അതില് ഇപ്പോ കാസറ്റിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഇറങ്ങിയ പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു 1800-ൽ പരം പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള പാട്ടുകൾ ഞാൻ പല സംഘടനകൾ, പല വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക്, പിന്നെ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ, ഞാൻ എടുക്കാത്ത പാട്ടുകൾ, ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 3000-ന് മേളിൽ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു ശുശ്രൂഷകൻ കൂടെയാണല്ലോ. എവിടേക്ക്, ഏതൊക്കെ മേഖലകളിൽ, അല്ലെങ്കിൽ ആരുടെ ഒപ്പം എവിടേക്കാണ് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്? അതായത് ഞാൻ പോട്ടാശ്രമത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് പാമ്പകളച്ചന്റെ ടീമിൽ വന്നു. ആ പാമ്പകളച്ചനെ കൂടി കുറെ നാള് എഡ്വിൻ എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ ടീമിൽ വന്നു. പിന്നെ ഒരു സ്റ്റാൻലി ബ്രദർ ഉണ്ടായിരുന്നു, ആ സ്റ്റാൻലി ബ്രദറിനോടൊപ്പം പിന്നെ SRM എന്ന് പറയുന്ന ഒരു സ്റ്റാൻലി ബ്രദർ, റെജി ബ്രദർ, അവരൊക്കെ ആയിട്ട് ടീമായിട്ട് ഒരു വർഷക്കാലം അവരുടെ കൂട്ടത്തിൽ, 1-2 വർഷക്കാലം അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഫ്രീലാൻസ് ആയിട്ട്, അതായത് അച്ഛന്മാരോടൊപ്പം അൽമായരോടൊപ്പം ഒക്കെ നമ്മൾ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു മിനിസ്ട്രി, ക്രൈസ്റ്റ് കൾച്ചർ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തോളം ആരംഭിച്ചിട്ട് റെജി കൊട്ടാരം എന്ന് പറയുന്ന ബ്രദറാണ് അത് ലീഡ് ചെയ്യുന്നത്. റെജി കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് അൽമായർ അതിന്റെ പിന്നിലുണ്ട്. അത് അമേരിക്കയിൽ അങ്ങാടിയത്ത് പിതാവിന്റെ നേതൃത്വത്തിലാണ്, പേറ്റന്റിലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ ബോസ്കോ പിതാവിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ കുറെ ധ്യാനങ്ങൾ ചെയ്തു. അതുപോലെ
നമ്മുടെ ശ്രാമ്പിക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ UK കുറേ ധ്യാനങ്ങൾ ചെയ്തു. അതുപോലെ പല രാജ്യങ്ങളിലും ഓരോ പിതാക്കന്മാർ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന വൈദികരുടെ ശുശ്രൂഷയിൽ ആ ശുശ്രൂഷ നേതൃത്വത്തിൽ ഞങ്ങൾ അൽമായരുടെ ശുശ്രൂഷകൾ ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങ് എല്ലാ കാലത്തും സഭയോട് ചേർന്ന് നിന്നാണല്ലോ അങ്ങയുടെ ശുശ്രൂഷകളും ഒക്കെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ മറ്റു സഭകളിൽ നിന്നൊക്കെ അങ്ങേ ശുശ്രൂഷയ്ക്ക് അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പോയിട്ടില്ല. പോകാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അവരോട് വിരക്തി ഉണ്ടായിട്ടോ. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. എനിക്ക് എല്ലാ സഭകളോടും ഈക്വലി ഒരു സ്നേഹമാണ്. ഈ സഭകൾ ഉണ്ടാവുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പലതും അംഗീകരിക്കാൻ പറ്റാതെ പോകുമ്പോൾ ചിഹ്നമായി ചിതറിപ്പോയിട്ടാണ് ഈ സഭകൾ വ്യാപിക്കുന്നത്. അപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആദിമ ക്രൈസ്തവ സഭ മുതൽ നമ്മൾ ചരിത്രം എടുത്താൽ പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ സഭകൾ ഇങ്ങനെ ചിഹ്നമായി ചിതറിപ്പോയിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ഒരു സഭകളെയും നമ്മൾ വിരക്തിയോടെ കാണരുത്, അല്ലെങ്കിൽ സ്നേഹമില്ലാതെ കാണരുത്. എല്ലാവരും ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ കാണണം. ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകാത്തത്, നമ്മൾ നിൽക്കുന്ന ഈ സഭയിൽ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടകളെ ലംഘിക്കാതെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുന്നത് വെച്ചാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നു. എന്ന് വിചാരിച്ച് ഒരാളോട് നമുക്ക് വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല. കർത്താവിനാണ് ഒന്നാം സ്ഥാനം. അപ്പൊ യേശുക്രിസ്തുവിന്റെ വചനം ആര് പറയുന്നുവോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. അത് നമ്മൾ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സഭകളെയും ആ സഭകളിലുള്ള എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കാണിച്ചു കൊടുക്കേണ്ട ഒരു മെസ്സേജ്. അത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ പറയുന്നത്, ഇപ്പോ ഒരു വിഭാഗം ആളുകളെ നമ്മൾ അകറ്റി നിർത്തിയിട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിപ്പിക്കാൻ പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ, അങ്ങനെ നമ്മൾ പേര് കൂട്ടി നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നവരെ ചേർത്ത് നിർത്താൻ എന്തുകൊണ്ടാണ് പറയുന്നത്? അതായത് ഈശോ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, സമാധാനമാണ്. അവിടെ ഒരു വ്യക്തിയില്ല, അവിടെ ഒരു വർഗമില്ല, വേർതിരിവില്ല. ഈശോയെ പോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന വേറൊരു ശക്തിയില്ല. അതുകൊണ്ട് ഈശോ എന്ത് കാണിച്ചു തന്നോ അതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, നമ്മുടെ പരിശുദ്ധ പിതാവ് പറയുന്നത്. ഇത് നമ്മൾ അംഗീകരിച്ചാൽ മതി. അതാണ് സത്യം. അങ്ങയുടെ വളരെ വളരെ പ്രസിദ്ധമായ മറ്റൊരു കലാസൃഷ്ടിയായിരുന്നല്ലോ വാസ്തവത്തിൽ ഈ കരുണക്കൊന്ത ഗാനരൂപത്തിലാക്കിയത്. അതെ. അപ്പൊ അത് ഈ കരുണക്കൊന്ത ഗാനരൂപത്തിലാക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? കരുണക്കൊന്ത അന്ന് എന്നെ ആദ്യമായിട്ട് കരുണക്കൊന്ത ഇറക്കാനായിട്ട് സമീപിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് റെക്സി എന്ന് പറയുന്ന വരാപ്പുഴയിലെ ഈ ആഗതി മന്ദിരം പോലെ അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം സ്പിരിച്വലി ഭയങ്കരമായിട്ട് വളർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, പീറ്ററെ, ഇങ്ങനെ ബോസ്കോ ഞാളിയത്ത് എന്ന് പറയുന്ന ഒരു അച്ഛൻ എന്നെ സമീപിച്ചിട്ട് ഇങ്ങനെ പീറ്ററിനോട് ചോദിക്കാൻ പറഞ്ഞു, കരുണയുടെ ജപമാല എന്ന് പറയുന്ന ആൽബം, അതായത് അന്ന് ആൽബം ഇല്ല, കരുണയുടെ ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്ക് പാട്ടിന്റെ രൂപത്തിലായിട്ട് ഇറക്കണോ എന്നുള്ള ഒരു ആഗ്രഹം അച്ഛൻ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. പീറ്ററിന് അത് സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്ത്, എന്തുകൊണ്ട് സാധിച്ചുകൂടാ? നമുക്കൊരു കാര്യം ചെയ്യാം, ബേബി ജോൺ കലയന്താനെ വിളിച്ചു വരുത്തിയിട്ട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ബേബിനെ വിളിച്ചു വരുത്തി, അച്ഛനെ വിളിച്ചു വരുത്തി. അങ്ങനെ അച്ഛൻ്റെയും കൂടി സജഷൻ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഈ ഒരു പ്രാർത്ഥന പാട്ടിന്റെ രൂപത്തിലാക്കിയിട്ട് അത് ഇറക്കി. പക്ഷെ ഇതിന്റെ പിന്നിൽ വേറൊരു രഹസ്യം ഉണ്ട് കേട്ടോ. അതായത് അത് ബോസ്കോ അച്ഛന് പോലും അറിയുമെന്ന് അറിയില്ല, പക്ഷെ എനിക്കും അറിയാം, ബേബിക്കും അറിയാം, നമ്മുടെ റെക്സിക്കും അറിയാം. അതായത് ഒരു ദമ്പതിമാര് അവരുടെ ബിസിനസ് മേഖല ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് ആരോ കൊണ്ടുവന്നു അവർക്ക് കൊടുത്തൊരു പ്രാർത്ഥനാ ബുക്കാണ് ഈ കരുണയുടെ ജപമാലയുടെ പ്രാർത്ഥനാ ബുക്ക്. ഈ പ്രാർത്ഥന നിരന്തരം ഇവർ ചെല്ലുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ബിസിനസ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് ഇവര് ആത്മഹത്യ വരെയും ചെയ്യുന്ന ഒരു വക്കിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ആത്മഹത്യയിൽ നിന്നും വ്യതിചലിക്കാനും പിന്നോട്ട് പോകാനായിട്ടുള്ള ഒരു
പ്രേരണ ഈ പ്രാർത്ഥനയിലൂടെ അവർക്ക് കിട്ടുകയും പിന്നീട് ബിസിനസ് മേഖലയുടെ തകർച്ചയൊക്കെ പയ്യെ മാറി അവർ ഗ്രോത്തിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിന് കൂടുതൽ കരുണയുടെ ജപമാലയോടുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. ഇത് ഒരിക്കൽ അദ്ദേഹം വ്യസനത്തോടുകൂടി ഈ കരുണയുടെ ജപമാല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തും റെക്സിനെയും വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് ട്ടാ ഇങ്ങനെ ഒരു പ്രചോദനം ഈ ഒരു ആൽബം ഇറക്കാനായിട്ട് ഉണ്ടായത്. പക്ഷെ അതൊന്നും ഇവരൊന്നും ഒരു സ്ഥലത്തും പറയുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ അത് വ്യക്തമായിട്ട് പറയാണ്. ഞാനത് നല്ലപോലെ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ അത് പറഞ്ഞതും റെക്സി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്, അവർ തന്നെ ഇതിന്റെ ഫണ്ട് തരും, അപ്പോൾ അധികം പൈസയൊന്നുമില്ല, പക്ഷെ അവർ തന്നെ പൈസ തരും പീറ്റർ, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുമിച്ചിരുന്ന് ചെയ്ത ഒരു വർക്കാണ് ഈ കരുണയുടെ ജപമാല എന്ന് പറയുന്ന ആ ആൽബം. അത് പിന്നീട് ഈശോയുടെ അതിദാരുണമാന്നുള്ള ആ വേർഡ് അതേപോലെ ട്യൂണിലേക്ക് കടന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന് നിമിഷ നേരങ്ങൾ കൊണ്ടുവന്ന ട്യൂണാണ് ആ ട്യൂണ്. വേണമെങ്കിൽ ഞാനൊന്ന് പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പിന്നീട് ഈ ഒരു പാട്ട് കെസ്റ്റർ പാടി, സിസിലി പാടി, മനോജ് ക്രിസ്റ്റി പാടി, കലാഭവൻ സാബു പാടി, പിന്നെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ എല്ലാവരോട് ചേർന്ന് പാടി. അങ്ങനെ 5 രഹസ്യമായിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് കരുണയുടെ ജപമാല എന്ന ടൈറ്റിൽ ഇത് ഇറങ്ങി. അത് കേൾക്കാത്ത ആരുമില്ല ഇന്ന്. അത്രയ്ക്ക് പാട്ടിന്റെ രൂപത്തിൽ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ ഈ ഒരു ട്യൂണാണ് എല്ലാവരും എടുത്ത് പാടുന്നത്. അതിന്റെ പിന്നില് ദൈവത്തിന്റെ ഒരു കരമുണ്ട്, ദൈവത്തിന്റെ ഒരു സ്പർശമുണ്ട്, ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. അവിടെയും ഞാനും ബേബിയും ബോസ്കോ അച്ഛനും റെക്സിയൊക്കെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇതാണ് അതിന്റെ സത്യം. ഈ സംഗീത സംവിധാന രംഗത്ത് അങ്ങേക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. കൈപിടിച്ച് നടത്തിയവര്. അതായത് കുഞ്ഞുനാളിലെ കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ കൊയറില് കടന്നു വരുമ്പോൾ വെളിപ്പറമ്പിലെ എപ്പിച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ പറയണത്. എപ്പിച്ചേട്ടൻ ഒരു എക്സ് സെമിനാരിക്കാരനാണ്. അദ്ദേഹം ഒരുമാതിരി നന്നായിട്ട് പാടുകയും കോർഡിനേഷൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെറുപ്പത്തിലെ കടന്നു വരുന്ന സമയത്ത് എപ്പിച്ചേട്ടനാണ് ഞങ്ങൾക്ക് ഈ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തന്ന് ഒരു കൊയർ അവിടെ രൂപീകരിക്കും. പിന്നീട് ആ എപ്പിച്ചേട്ടൻ്റെ ഒരു പ്രബോധനവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തിരുത്തി തന്ന് എപ്പിച്ചേട്ടൻ്റെ ഒരു പ്രചോദനം ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു റോയി വരാപ്പുഴയിൽ നിന്ന് ഒരു റോയി ചേട്ടൻ ഉണ്ടായിരുന്നു. റോയി ചേട്ടൻ്റെയൊക്കെ പുള്ളി ഹാർമോണിയം വായിച്ചാണ് പാടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന റോയി ചേട്ടനായിരുന്നു. സ്കൂളിൽ എന്നെ പഠിപ്പിച്ചതിൽ നമ്മുടെ രാജൻ ആന്റണി സാറിനെ അറിയോ? പുള്ളി നല്ലൊരു അനൗൺസറാണ്, എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം സ്കൂളിൽ എന്നെ സംഗീതം ചെറുതായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. സംഗീതമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ആദ്യത്തെ സ്വരസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക്കൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് ഒരുപാട് ഇതിലേക്ക് നമുക്ക് പ്രചോദനം തന്നൊരു സാറാണ്. സാറിനെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെയുണ്ട് എന്നെ പഠിപ്പിച്ച കഥാപ്രസംഗം പഠിപ്പിച്ച ഒരു ആശാൻ, മരിച്ചുപോയി, ജോസഫ് ആശാനും ജോസഫ് ആശാന്റെ കുടുംബാംഗങ്ങളൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതുപോലെ സപ്പോർട്ട് ചെയ്ത വ്യക്തിത്വങ്ങൾ കുറേ പേരുണ്ട്. അതുപോലെ സെന്റ് ജെയിംസ് പള്ളിയിലെ ചേരാനല്ലൂരിലെ സെന്റ് ജെയിംസ് പള്ളിയിലെ മാനുവലേട്ടൻ്റെ ഒക്കെ കൊയർ കേട്ടാണ് ഞങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരുടെയൊക്കെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് മരിച്ചുപോയ ഗിഫ്റ്റി ചേട്ടൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് ഈ ഫീൽഡിൽ മറന്നുപോയ ഒരുപാട് പേരാണ്. നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം എല്ലാവരും നമുക്ക് ഓർമ്മ വരില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളെ ഈ ഫീൽഡിൽ കൈപിടിച്ച് കൊണ്ടുവന്നവരാണ്. അവരുടെയൊക്കെ സ്നേഹവും വാത്സല്യവും അവരുടെയൊക്കെ
പിന്തുണയുമാണ് ഇന്ന് ഈ ഫീൽഡിൽ നിൽക്കാനായിട്ട് ഒരു കാരണം. ഈ നമ്മുടെ ഈ ശുശ്രൂഷ രംഗത്ത് ഒത്തിരി പ്രത്യേകിച്ച് ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഗാന ശുശ്രൂഷകരുണ്ട്. എൻ്റെ അറിവിൽ പലരും ഒത്തിരി സങ്കടപ്പെട്ട അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അപ്പം ഈ ശുശ്രൂഷ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിനായി സമർപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നമ്മളൊരിക്കലും ലജ്ജിക്കേണ്ടതായിട്ട് വരത്തില്ല. ഒരു കാരണവശാലും നമ്മളെ മാത്രമല്ല, നമ്മുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും. നമ്മുടെ ശുശ്രൂഷകരായിട്ടുള്ള സഹോദരങ്ങളോട് അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടാവുമല്ലോ. അതായത് ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു മെസ്സേജ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ പാട്ടുകൾ, നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് റിപ്പൻറ്റൻസിലേക്ക് കടന്നു വന്നവർ, മാനസാന്തരത്തിലേക്ക് കടന്നു വന്നവർ, അതായത് അനുദപിച്ച് കർത്താവിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഇപ്പോഴും തീക്ഷ്ണതയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ എനിക്ക് എടുത്തു പറയാനുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും എന്ന ഈ പാട്ട് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാനിരുന്ന ഒരു വ്യക്തി ആ ആത്മഹത്യയിൽ നിന്നും വ്യതിചലിച്ച് അത് ഉപേക്ഷിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത കഥ എനിക്കുണ്ട്. ആ കഥയല്ല, അത് അനുഭവമാണ്, സംഭവമാണ്. അദ്ദേഹം വിഷക്കുപ്പി എടുത്ത് വായിലേക്ക് ഒഴിക്കാൻ സമയത്താണ് ഒന്ന് വിളിച്ചാൽ എന്നുള്ള പാട്ട് കേൾക്കുകയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ആരോ ബാക്കിലേക്ക് വലിക്കുന്ന അനുഭവം, പെട്ടെന്ന് ഈ വിഷക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട് അയാൾ ഓടുന്നത് ഈ പാട്ട് കേട്ട വീട്ടിലോട്ടാണ്. അവിടെ ചെന്നിരുന്ന് പാട്ട് കേട്ട് ഇയാൾ കരഞ്ഞു കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം ഈ അവിടെ അതിന്റെ CD-യുടെ കവർ ഉണ്ടായിരുന്നു. CD-യുടെ കവർ എടുത്തപ്പോൾ അതിൽ എൻ്റെ നമ്പർ, എൻ്റെ ഓഫീസ്, അന്ന് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ടായിരുന്നു, ആ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഓഫീസിലെ നമ്പർ എടുത്തിട്ട് അവിടെ വിളിച്ചിട്ട് എൻ്റെ പേഴ്സണൽ നമ്പർ എടുത്ത് വീട്ടിലോട്ട് വിളിച്ചിട്ട് എന്നോട് പറയാണ്, കരഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എന്താ പറയൂ, കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറഞ്ഞപ്പോൾ എന്താ പറയണ, കുറച്ചു മുൻപ് ഈ ഒരു പാട്ട് കേട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. കാരണം ഞാൻ വിഷം എടുത്ത് വായിലോട്ട് ഒഴിക്കാൻ പോകുന്ന സമയമായിരുന്നു. അന്നേരമാണ് ഈ പാട്ട് കേൾക്കുന്നത്. അന്നേരം ഈ വിഷക്കുപ്പി എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഈ പാട്ട് കേട്ട് ദൈവത്തെ അറിഞ്ഞ നിമിഷമാണ്. ദൈവമാണ് അദ്ദേഹത്തെ സ്പർശിച്ചത്. ആ കരം പിടിച്ച് ബാക്കോട്ട് കൊണ്ടുപോയത് ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ സ്പിരിറ്റാണ്, ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് അവിടെ നിന്ന് നമ്മുടെ ടേണിംഗ് പോയിന്റ് ആരംഭിക്കും. അവിടെ നിന്ന് പിന്നെ നിങ്ങൾ ജെറുസലേമിലേക്കും യൂദയായിലേക്കും സമരിയായിലേക്കും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറുമെന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് ഒരു വ്യക്തിയെ ദൈവം സ്പർശിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ വ്യക്തിയെ സ്പർശിച്ചത് ആ നിമിഷമാണ്. എന്നെ സ്പർശിച്ചത് ഏത് നിമിഷമായിരുന്നു? ഞാൻ പോട്ട ആശ്രമത്തിലുള്ള ഡിവൈനിലെ ആ ധ്യാനം കൂടി ആ സമയത്തായിരുന്നു. അവിടെ നിന്ന് പിന്നെ ടേണിംഗ് പോയിന്റ് എന്നിലേക്ക് കടന്നു വന്നു. പിന്നീട് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് വചനം പൂർത്തീകരിക്കപ്പെടുന്നത്. ഈശോ പറഞ്ഞ വചനമാണിത്. ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ടേണിംഗ് പോയിന്റ് ആരംഭിക്കണം. പിന്നീട് അങ്ങോട്ട് നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് ദൈവം ഉയർത്തും. അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഒരുപാട് തകർച്ചകൾ കടന്നു വരാം. ഈ ശുശ്രൂഷകരാണെന്ന് വിചാരിച്ച് എപ്പോഴും സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കരുത്. പല പ്രതിസന്ധികളാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്നത് ശുശ്രൂഷകരായിരിക്കും. അപ്പൊ എല്ലാ ശുശ്രൂഷകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രതിസന്ധികളുടെ ഇടയിലും നമ്മള് തകർന്നു പോകാതെ, വീണു പോകാതെ, ഈശോയെ നീ എന്നെ ചേർത്ത് നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയുടെ കുരിശിലേക്ക് നോക്കിയിട്ട്, കർത്താവേ അങ്ങയുടെ കുരിശ് എനിക്ക് രക്ഷയുടെ കുരിശാണ്, ദൈവമേ അങ്ങയുടെ ദൈവത്തിന്റെ ശക്തിയാണെന്ന് പറയാൻ പറ്റണം. അപ്പൊ അതുകൊണ്ടാണ് ഈ കുരിശിന്റെ വചനം ഭോഷത്വമായിരിക്കുന്നവർക്ക് അത് ചിലപ്പോ ഈ നിരീശ്വരവാദികൾ, ഞാൻ പറഞ്ഞില്ലേ, ഭോഷന്മാർക്കും ഈശോയിൽ വിശ്വാസമില്ലാത്തവർക്കും കുരിശിന്റെ വചനം ഭോഷത്വമായിരിക്കും. പക്ഷെ ശുശ്രൂഷകർ എന്ന് പറയുന്ന നമുക്ക് കുരിശിന്റെ വചനം എപ്പോഴും സന്തോഷവും സമാധാനവും രക്ഷയും തരുന്ന വചനമായിട്ട് മാറണം, ശക്തിയായിട്ട് മാറണം. ഇതാണ് എനിക്ക് ശുശ്രൂഷകരോട് പറയാനുള്ളത്. ഓക്കെ, വളരെ അങ്ങയുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് ഈ ശുശ്രൂഷ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ വാസ്തവത്തിൽ ഒത്തിരി തിരക്കുകളുടെ ഇടയിലാണ്. എനിക്കറിയാം ഈ മാസമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഷെക്കാന ടെലിവിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ച് ഇവിടെ വന്ന്
ഈ മഹത്തായ ഈ ഒരു ശുശ്രൂഷ ചെയ്തതിന് ഒത്തിരി നന്ദി. ഈശോ അങ്ങയും അങ്ങയുടെ കുടുംബത്തെയും അങ്ങയുടെ ശുശ്രൂഷ മേഖലകളെ, പ്രത്യേകിച്ച് ഈ സംഗീത സംവിധാന രംഗത്തൊക്കെ കർത്താവ് ധാരാളമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ. തലമുറകളായി ദൈവം ഈ ഒരു കൃപ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബ്രദർ. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്, എല്ലാ മഹത്വവും കർത്താവിന്. നമ്മൾ കുറയുകയും ഈശോ വളരുകയും ചെയ്യട്ടെ. ശുഭശേഷുധാരിക്കട്ടെ. അതെ. തീ പിടിച്ചവരുടെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു തീ പിടിച്ച വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരെ കർത്താവിന്റെ കൃപയിൽ എല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ. ആമേൻ.